ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. കഴിഞ്ഞ എൻ്റെ വീഡിയോ ഒരു വെജിറ്റബിൾ ചൈനീസ് ഫ്രൈഡ് റൈസ് ആയിരുന്നല്ലോ. അതിൻ്റെ കൂടെ ഒരു കുങ്പാവ് കോളിഫ്ലവർ കാണിച്ചിരുന്നു, പക്ഷേ അതിൻ്റെ റെസിപ്പി തന്നില്ല അല്ലേ. ഇന്ന് അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആ മെത്തേഡും അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ഒക്കെ അതേപോലെ ശ്രദ്ധിച്ചുണ്ടാക്കിയാൽ ഇതുപോലെ തന്നെ ശരിയാവുമെന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് വിവരം അറിയിക്കണം. ഇത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം, പക്ഷേ ഞാൻ ഒന്ന് പെരണ്ടിരിക്കുന്ന രീതിയിലാണ് എടുത്തത്. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കോളിഫ്ലവർ നന്നായിട്ട് ക്ലീനാക്കി അതിൻ്റെ ഇതളുകളെല്ലാം അടർത്തിയെടുത്ത് ഒരു പാത്രത്തിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിലേക്ക് കോൺഫ്ലവർ, ഓൾ പർപ്പസ് ഫ്ലോർ, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളവും ഒഴിക്കണം. ഞാൻ വെള്ളത്തിൻ്റെ അളവ് പല പ്രാവശ്യമായിട്ട് നോക്കിയാണ് കറക്റ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് പല പ്രാവശ്യമായിട്ട് ഞാൻ ഒഴിച്ചത്. അപ്പോൾ എനിക്ക് അവസാനം ആവശ്യം വന്നത് 1/4 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും കൂടാണ് ആവശ്യം വന്നത് കേട്ടോ. ഇതൊരുപാട് ലൂസായി പോവില്ല. ലൂസായിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുക്കി വറക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ബാറ്റർ എല്ലാം ഇളകിപ്പോവും. അതുകൊണ്ട് നല്ല തിക്കായിട്ട് നല്ലതായിട്ട് അതിൽ പിടിച്ചിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ലൂസായി പോവില്ല അതിൻ്റെ ബാറ്റർ. എന്നിട്ട് അത് എണ്ണയിൽ, നല്ല ചൂടായ എണ്ണയിൽ അത് കുറേശ്ശെയായിട്ടിട്ട് ഫ്രൈ ചെയ്ത് മാറ്റുക. നിങ്ങൾ മേടിക്കുന്ന കോളിഫ്ലവർ ഇനിയിപ്പോൾ കുറച്ചുകൂടെ വലുതായി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടെ പൊടിയും ഇതിൻ്റെ അളവുകളൊക്കെ കുറേശ്ശെ കൂട്ടിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. ആ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒരു കടായിലേക്ക് മാറ്റി അതിനകത്ത് കുഞ്ഞായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടുക. ഞാനത് ഇടുന്നത് വീഡിയോ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഒരു 2-3 ഡ്രൈ ചില്ലി ഒന്ന് മുറിച്ച് അതിലേക്കിട്ട് ഒന്ന് വഴറ്റുക. അതിലേക്ക് സോയാ സോസാണ് എടുക്കുന്നത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. ഇത് ഡാർക്ക് സോയാ സോസ് ആയതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ സോയാ സോസ് ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ഒഴിക്കാം. അത് ഉപ്പ് ശ്രദ്ധിച്ചോണം. സോയാ സോസിൽ എപ്പോഴും ഉപ്പ് ഇച്ചിരി മുന്നോട്ടായിരിക്കും. അപ്പോൾ എല്ലാം ചേർത്ത ശേഷം അവസാനം മാത്രമേ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് ചേർക്കുന്നത് ബ്രൗൺ ഷുഗറാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ. അതും ഡാർക്കും ഉണ്ട് ലൈറ്റും ഉണ്ട്. അതേതായാലും കുഴപ്പമില്ല. പിന്നെ ഡാർക്ക് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗുണമുള്ളത് നമ്മുടെ ഗ്രേവിക്ക് കുറച്ചുകൂടെ കളർ കിട്ടും, അത്രേ ഉള്ളൂ. പക്ഷേ ലൈറ്റ് ആയാലും ഒരു കുഴപ്പമില്ല. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു. എല്ലാം ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാവാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ വേറെ ഒരു കൊച്ചൊരു പാത്രത്തിൽ നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും അത് കുറുകി വരാനുള്ളതാണല്ലോ. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുക. കോൺഫ്ലവർ എടുത്തിട്ട് അത് കട്ടയില്ലാതെ നല്ലോണം അത് മിക്സ് ചെയ്തിട്ട്, അല്ല കട്ടയുണ്ടോയെന്ന് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചിട്ട് ഇതിലോട്ട് ചേർക്കുക. ഇത് പെട്ടെന്നങ്ങ് കയറി കട്ട് ചെയ്യാവില്ല, അതറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. കുറുകുന്നുണ്ടോ എന്ന് നോക്കുക. നന്നായിട്ട് കുറുകി നല്ലൊരു തിക്ക് ഗ്രേവി ആവും. ഒരുപാടങ്ങ് കട്ടിയാവാൻ നിൽക്കണ്ട, കാരണം അത് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അത് വീണ്ടും കട്ടിയാവും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇച്ചിരി ഓവറായിട്ട് ഇച്ചിരി കൂടെ ഒന്ന് തിക്കായിപ്പോയി. ഇതിൻ്റെ ആവശ്യമില്ല, ഇത്രയും അങ്ങ് ആവേണ്ട ആവശ്യമില്ല. കാരണം അപ്പോൾ ഒട്ടും ഒന്ന് പെരണ്ടിരിക്കാനുള്ളതില്ലാതായി പോകും. അത് കാരണം നിങ്ങൾ ആ ഗ്രേവിയുടെ തിക്നെസ് ശ്രദ്ധിക്കുക. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒരുപോലെ ആ സോസ് പറ്റിപ്പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു 1/4 കപ്പ് സ്പ്ലിറ്റഡ് കാഷ്യൂ, സ്പ്ലിറ്റഡ് അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ യൂസ് ചെയ്തത് സ്പ്ലിറ്റഡ് ആണ്. അപ്പോൾ സ്പ്ലിറ്റഡ് കാഷ്യൂ ഇട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു കാഷ്യൂ കടിക്കാൻ കിട്ടുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അതും നന്നായിട്ടെല്ലാം കൂടെ യോജിപ്പിച്ച ശേഷം നമുക്ക് സ്പ്രിംഗ് അണിയൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ളതുണ്ടല്ലോ, അതുപയോഗിച്ച് നമുക്ക് ഗാർണിഷ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് ഫ്രൈഡ് റൈസിൻ്റെ കൂട്ടത്തിൽ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ
നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങളുടെ സംശയത്തിന് ഞാൻ റിപ്ലൈ ചെയ്യാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെടുന്നു, പ്രയോജനപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.